ലോക്കൽ എങ്ങനെയാണ് സൺഡേ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വിവരണങ്ങൾ. ഹായ് സാർ, അറിയോ? ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, വിൻസെൻ്റ് കാസിൽ 1000 കൊല്ലം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്യുമ്പം ഒരു ബ്രിട്ടീഷിൻ്റെ ഒരു കൊടി ഇവിടെ ഇങ്ങനെ പൊന്തിക്കും. വില്ലേജ് ഒഴിവുള്ള ബാറാണ് കേട്ടോ, വില്ലേജിലുള്ളതാണ്. അപ്പം നമ്മളെ രണ്ടാമത്തെ ഒരു ട്രിപ്പിന് പോവുകയാണ്. ഉച്ചക്ക് നല്ല വെയിലാട്ടോ ഇവിടെ. അപ്പോൾ അടുത്തൊരു ട്രിപ്പിലേക്ക് ഇറങ്ങുകയാണ്, റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ഡ്രസ് കോഡ്. അപ്പം നമ്മൾ ഗ്രൗണ്ടിലെത്തി. ആയുകയിൻ്റെ സ്ഥാപനം ഉണ്ടല്ലോ, ആയുക ഉഴിച്ചിലിൻ്റെ. അപ്പോൾ അവിടെ ഉഴിച്ചിലിന് വന്ന് ലണ്ടനിലുള്ള ഒരു 5-8 ഫാമിലി വന്നിരുന്നു ഈ പ്രാവശ്യം ഉഴിച്ചിലിന്. അപ്പോൾ അതിലുള്ള ഒരു ഫാമിലി ഇന്ന് ഡിന്നറിന് വിളിച്ചിട്ട് അവിടേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് അവരുമായിട്ടുള്ള ഇവിടുത്തെ ലോക്കലാണ്. അപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ഡിന്നറാണ് നമ്മളിന്ന് അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിലുള്ള കുറച്ച് കാഴ്ചകളും അവരെ ഫുഡ് ഡിഷിൻ്റെ കാര്യങ്ങളും അവരെ പാർട്ടി ഏരിയകളും ഇവിടുത്തെ ഒരു ലോക്കൽ എങ്ങനെയാണ് സൺഡേ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വിവരണങ്ങൾ, പിന്നെ കുറച്ച് ഇന്നത്തെ നൈറ്റ് ഞായറാഴ്ച നൈറ്റിൻ്റെ കുറച്ച് കാഴ്ചകളും. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഈ എപ്പിസോഡ് ശരിക്കും സാധാരണ ഉള്ള ഒരു ജീവിത രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. എപ്പോഴും കാണിക്കുന്നത് പോലല്ല, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധാ രീതി. ലണ്ടനിൽ വന്ന് ഒരാൾക്ക് എങ്ങനെയാണ് ഒരാളെ പോകുന്നത്, വരുന്നത്, ചെയ്യുന്നത് എന്നുള്ള സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ്, അതിൻ്റെ സിസ്റ്റം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി കാണിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. നമ്മൾ ആളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആളെ സ്റ്റേഷനിൽ വന്ന് പുറത്ത് വന്ന് കാത്തിക്കും. അപ്പോൾ നമ്മൾ ആളെ മീറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്നുള്ളത് അവിടെ നിന്ന് തുടർന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളെ സ്ഥിരം അബേവുഡിൽ എത്തിയിട്ടുണ്ട്. മെട്രോയിൽ ഒന്ന് ഫ്രഷായി പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റേഷനിലെത്തി ആളുമായിട്ട് കയറുമ്പോൾ നമ്മൾ വീണ്ടും കൂടെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മളെ ഗസ്റ്റിൻ്റെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. മെട്രോ ഗസ്റ്റിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പരാൾ നമ്മളെ കൂട്ടാൻ ഉണ്ടാവും. മൂപ്പര ഒരു കോർണറിൽ കാത്തിക്കുന്നുണ്ട്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. ആൾ അവിടെ കാത്തിരിക്കുന്നത്. ഇദ്ദേഹമാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ആളവിടെ പാർക്കിങ്ങിലുണ്ട്. ജസ്റ്റ് ആളെ മീറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ബസ്സൊക്കെ വരുന്നുണ്ട് ഇവിടുന്ന്, ആളെ മീറ്റ് ചെയ്യും. ഹായ് സാർ, how are you? Oh, you got the GoPro, yeah? Yeah. Okay, thank you. I'm really sorry. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറി കേട്ടോ. വണ്ടിയിലേക്ക് കയറി ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് Castle, yeah. കാസോ ലൊക്കേഷൻ ഏതായിരുന്നു? Windsor. It's called Windsor Castle. വിൻസർ കാസോ. ഇതിൻ്റെ ഇൻസൈഡിൽ ഉള്ളിൽ കയറാനൊക്കെ പറ്റും? You can, yeah, but you have to pay. ഓ, ടിക്കറ്റ്. Yeah, ticket, yeah. Windsor. Windsor. W-I-N-D, wind. So Windsor. വിൻസർ. ഇത് ലണ്ടനിലെ how many far from there? Oh, no, I know. This is my sir. Hello. Hi. One of my friends. Visiting, yeah. Nice to meet you, sir. Yeah. Are you here on your own? Yeah, Okay. he's traveling. So. This is my dad. Hey, hello. Okay. ഇപ്പം നമ്മൾ ഈ കണ്ട ഇദ്ദേഹം നിൻ്റെ ഫ്രണ്ട് ഹഗ് ചെയ്ത ആ സ്ത്രീൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനിലെ ലാസ്റ്റ് കിങ് ഉണ്ട്, മുഹമ്മദ് സാഹിർ ഷാ എന്ന് പറഞ്ഞത്.
ആ ലാസ്റ്റ് കിങ്ങിൻ്റേത് അന്ന് റഷ്യ എല്ലാ രാജ്യങ്ങളും പിടിച്ചടക്കി വന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇദ്ദേഹത്തിനെ ഇതാക്കിയപ്പം അവിടെ നിന്ന് ബ്രിട്ടീഷ് അന്ന് രക്ഷിച്ച് കൊണ്ടുവന്ന് താമസം ഇവിടെ സെറ്റിൽ കൊടുത്തതാട്ടോ ആ രാജാവിനും മക്കൾക്കും ഫാമിലിക്കൊക്കെ. അങ്ങനെ ഇവർ ഇവിടെ താമസിച്ച് അദ്ദേഹമൊക്കെ ഇപ്പം മരിച്ചുപോയി. പക്ഷേ അതിൽ ഏറ്റവും ഇളയ മോളാണ് കേട്ടത് ആ രാജാവിൻ്റെ. അതാണ് ഹിസ്റ്ററി പറയുന്നത്. അത്രയും റിച്ചായിട്ട് താമസിച്ചു. ഇവിടെ എപ്പോഴും ഓക്കെയാണ് അവർ, പക്ഷേ അത്രയും റിച്ചായിട്ട് താമസിച്ച ആ ഒരു രാജ ഫാമിലീൻ്റെ കിങ് ഫാമിലീൻ്റെ അതിൻ്റെ ഏറ്റവും ഇളയതാണ് ഇത്. ഇവർ എന്താണെന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് ഇപ്പം. അപ്പോൾ ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോഴുള്ള പരിചയം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും വലിയ ഒരു ഭയങ്കര എസ്കേപ്പിംഗ് നടന്ന ഒരു ഹിസ്റ്ററിയാണ് മൂപ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Even they have the haircut. President and the daughter cut her hair. Cut the hair? President, you know the president of Afghanistan. His daughter is the one cut her hair. So when she went to cut the hair, she said, cut their friends, yeah? Say, cut the hair. She said, no, Tasha, you got beautiful hair. I'm not cutting it. But no, please cut my hair. She said, okay, I'll cut in one condition. I keep the hair. She said, yeah, you take the hair. So now, number they're like, they were the highest. They keep Because of the problem, they had to leave everything and come here. Because Afghanistan a problem. They had to come here. So if you come here, നമ്മൾ റോഷൻ്റെ മോനായിട്ട് കുടിയാട്ടങ്ങൾ വന്ന് the dogs, we were on the boat. ഇതൊരു ക്വാളിറ്റി പോയി ഇത് ബോട്ടിൽ കയറാനാണ് ക്യൂ നിൽക്കുന്നത്. ഓ അതിൻ്റെ ക്യൂ ആണല്ലേ. grab an ice cream. Already ഇവിടെ ഓടിപ്പോ I have to find the place. Yeah, but no, you go to the toilet there, but then നമ്മൾ നടക്കുമ്പോൾ I'll have to go again. നീ പെട്ടെന്ന് ഇങ്ങനെ വരും. അത് വരും സ്വാഭാവികം. No, I had this problem. So ഞാൻ രാത്രിയൊക്കെ at least twice ഞാൻ എഴുന്നേക്കും. So I don't get the proper sleep. That's been going on for like almost 5, 6, 7 years. So normally when I came this time, went to the Mitra, had a private health clinic, went to the consultants here. They can't do anything. ഇത് വിൻസർ കാസിൽ, ലണ്ടനിലെ വിൻസർ കാസിൽ പൊതുവേ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാട്ടോ. ടൂറിസം എന്നല്ല, ആൾക്കാർ ഈ അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഫാമിലി ആയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ വരുന്ന നമ്മളെ ഈ രാജാവിൻ്റെ കോട്ടൻ്റെ ഹിസ്റ്ററിയും കിങ്ങിൻ്റെ ഹിസ്റ്ററിയും ഒക്കെ കുട്ടികൾ കണ്ടിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇതേപോലെ ബോട്ടിങ്, ഈ അരയന്നങ്ങളുള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിവിടെ ബോട്ട് സർവീസ്, അരയന്നങ്ങൾക്ക് ഫുഡ് കൊടുക്കുക, പിന്നെ ഗാർഡന്, അങ്ങനെ നമ്മൾ ഫാമിലി ബീച്ചിലും ഗാർഡനിലും ഒക്കെ നമ്മൾ ഇതേ പോകുന്ന പോലെ ഒരു വലിയ സംഭവമാണ്. ഫാമിലി പല ദൂരഭാഗത്തുനിന്നും ലണ്ടനിലുള്ളവർ ഒരു ദിവസം രാവിലെ വന്ന് വൈകുന്നേരം വരെ എൻ്റർടൈൻ ചെയ്ത് രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന ഒരു അടിപൊളി വ്യൂ ഉള്ള നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നല്ല ഒരു ലണ്ടനിൽ തന്നെ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ല സ്ഥലം. നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടി പറയാം. Windsor. Yeah, we'll take a snapshot. We'll take a logo. അപ്പോൾ നമ്മൾ മാക്ഡൊണാൾഡ്സ് കണ്ടപ്പോൾ ഒന്ന് ചെറുങ്ങനെ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വിചാരിച്ചിട്ട് കയറിയതാട്ടോ. എന്താ തിരക്ക് കണ്ടില്ല നിങ്ങൾ, റഷ്. പൊതുവേ നിറച്ചും ടൂറിസ്റ്റുകളാണ് ഇവിടെ. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ടൂറിസ്റ്റുകൾ കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മാക്ഡൊണാൾഡ്സ് ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് വാങ്ങിച്ചതാണ്. ഹലോ, അപ്പോൾ നമ്മൾ ഇതാണ് പ്രിൻസിൻ്റെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കേട്ടോ. കിങ്ങിൻ്റെ ഈ കോട്ടൻ്റെത് ഇപ്പം ഞാൻ മുപ്പരെ ചോദിച്ച് പറഞ്ഞെങ്കിൽ കേട്ടില്ല. വിൻസെൻ്റ് കാസിൽ എന്നാണ് ഇത് പറയുന്നത്. അതായത് വെരി സ്പെഷ്യലായിട്ട് ബ്രിട്ടീഷ് രാജകുടുംബം സ്പെഷ്യലായിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൊടി ഉയർത്തലും അതിന് ഒരുപാട് ആചാരങ്ങളുണ്ടായിരുന്നു ഇവിടെ ആ സമയത്ത്. 1900 കാലഘട്ടത്തിൽ, അത്രയും 100 കാലഘട്ടങ്ങളിൽ മുന്നുള്ള ഒരു കോട്ടൻ്റെ കഥയാണിത്. അപ്പോൾ ഇതിൽ ഇവർ ആ ഫ്ലൈറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റ് പോകുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ മനസ്സിലാവാനാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അത്ര ഹൈറ്റിൽ നമ്മൾ ആ ക്യാമറ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ താഴത്ത് കൂടി ആ ഫ്ലൈറ്റ് പോകുന്നത്. അത്രയും നമ്മൾ ഈ കാണുന്ന വിചാരിച്ച മാതിരിയല്ല. ഇതിന് ഭയങ്കര ഹൈറ്റും ഭയങ്കര വിസ്താരവും ഒരു പ്രത്യേക കോട്ടയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കേട്ടോ. ഇത് സത്യത്തിൽ വന്ന് കാണേണ്ട ഒരു അതിശയമുള്ള തന്നെയാണ് കേട്ടോ ഈ കോട്ട. ഇത് ഹീത്രോ എയർപോർട്ടിൻ്റെ അടുത്താണ്, അതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഇങ്ങനെ കിടന്ന് പറക്കുന്നത്. ഓക്കെ,
ഇത് ഇവിടെ നമ്മൾ പോയ സൈറ്റ് സീയിങ്ങിൻ്റെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൻ്റെ ഗോൾഡൻ ടൂറിൻ്റെ ബസ് ഉണ്ട് കേട്ടോ അവിടെ ഈ ഭാഗത്തുണ്ട്. ഇത് ഇവിടുത്തെ സിറ്റി ബസ്. ഇവിടുത്തെ സിറ്റി ബസ്സുകൾ ഈ രീതിയിലാണ് ഇവിടുത്തെ ലോക്കൽ സിറ്റി ബസ്. ഇറ്റ് ഇസ് ഗോയിങ് ടു ലണ്ടൻ? നോ, ഇറ്റ് ഈസ് ഓൺലി ഹിയർ. Probably there are. This is one district or state? The town center. ടൗൺ സെൻറ്റർ. All the shops. ഓക്കെ ഓക്കെ. ഇവിടെയാണ് ഷോപ്പും കാര്യങ്ങളുള്ളത്. ഫ്ലൈറ്റ് കണ്ടെങ്കിൽ ഓരോ മിനിറ്റിൽ ഓരോ ഫ്ലൈറ്റ് ഉണ്ടാവും അല്ലേ? ഇത് ഇതാണ് പറഞ്ഞ സ്ഥലം. ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് സ്റ്റേ ചെയ്യുമ്പം ഇവർ ബ്രിട്ടീഷിൻ്റെ ഒരു കൊടി ഇവിടെ ഇങ്ങനെ പൊന്തിക്കും ആളുള്ളിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് ഉണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർക്ക് നമുക്ക് അവിടെ കയറിയും വിസിറ്റ് ചെയ്യുകയും അതിനുള്ള പെർമിറ്റൊക്കെ ഉണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ എന്ന് പറയുന്നതിൽ വിത്ത് ഫ്ലവർ ആണ് അല്ലേ? അതാണ് വെള്ളക്കാരുടെ. ദിസ് ഈസ് ഒറിജിനൽ ഓർ? ഇതാണ് വരെ ബ്രിട്ടീഷിന്റെ ഓൾഡ് ടൈപ്പ്. ഇവിടെ സാരി കൊടുത്തിട്ടൊക്കെ ആൾക്കാരുണ്ട്. ഭയങ്കര സെക്യൂരിറ്റി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇവിടെ ആളില്ല. ഇത് എത്ര വർഷം മുന്നേത്തതാ? ഹൗ മെനി ഇയേഴ്സ്? വി ഹാവ് ടു ചെക്ക് റൈറ്റ് ഹിയർ, മേ ബി ഹാവ് ഇൻഫർമേഷൻ. ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്, സെൻറ്റ് ആൽബൻസ് സ്ട്രീറ്റ്. പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പാലസ് നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിലൊന്നല്ല കേട്ടോ സംഭവം ഇത് വേറെ ലെവലാ. ഓരോരോ എന്താ പറയുക, ഓരോരോ മറ്റേ പാലസ് തന്നെ എത്ര ഉണ്ട് എന്നാ വിചാരം? 1070. 1070 കോട്ടാണ് ഇട്ടത്. 1070 സ്റ്റിൽ ഇറ്റ്സ് ദേർ. 1070 ഉണ്ടാക്കിയ ഒരു പാലസാണിത്. 1070. അപ്പോൾ 2024 ഏകദേശം 1000 കൊല്ലാവാറായി. ഏകദേശം 1000 കൊല്ലാവാറായ കോട്ടാണ് കേട്ടോ ഇത്. പാലസാണിത്. കാസു മീൻസ് ഇതിലിപ്പോൾ നമ്മൾ ഉള്ളിൽ കാണാൻ പോകണമെങ്കിൽ ഒരാൾക്ക് 33 പൗണ്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ. 1000 years old and still making history. കണ്ടോ വരെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, വിൻസെൻ്റ് കാസിൽ 1000 കൊല്ലം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ മേക്കിംഗ് ഹാവ് ഹിസ്റ്ററി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. ഇത് നമ്മൾ ബ്രിട്ടൻ്റെ ഹിസ്റ്ററികളിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇതുപോലത്തെ 1000 കൊല്ലം, 1500 കൊല്ലം, 500 കൊല്ലമൊക്കെ പഴക്കമുള്ള വിഷയങ്ങൾ. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് ആകെ 80 കൊല്ലമായിട്ടുള്ളൂ. 80 ആയില്ല, 75 years. ഈ കല്ലിനൊക്കെ ഇങ്ങനെ തന്നെ നിർത്തുന്നത് എന്താണെന്ന് അറിയുന്നത്? ഈ കല്ലൊക്കെ ആ 1000 കൊല്ലം പഴക്കമുള്ള അതേ കല്ലുകളാട്ടോ. ഇതൊന്നും ചേഞ്ച് ചെയ്തില്ല. ഇത് ഔട്ട്സൈഡ് ഓൾസോ നോ ചേഞ്ച്, റൈറ്റ്? ഓൺലി ജസ്റ്റ് മെയിൻ്റനൻസ്. ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. മെയിൻ്റനൻസ് മാത്രമേ ഇവർ നടത്തുന്നുള്ളൂ. അത് മാത്രമല്ല കിങ്ങിൻ്റെയും ക്വീൻ്റെയും റെസിഡൻസുമാണ്. സോ ഇറ്റ് മസ്റ്റ് ബി ടു ലിവ്. അതിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. പഴയ ആ കാലത്തുള്ള കിങ്ങിൻ്റെയും അതെ 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 വിൻഡോസ്. അതെ അതെ അതെ. ഉള്ളിലെ വിൻഡോസൊക്കെ കണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. എന്തിനുണ്ടാക്കിയതാണ്? അവർക്ക് കിടന്നുറങ്ങാണ്ടാക്കിയാണോ എന്തിനുണ്ടാക്കിയാന്ന് അറിയില്ല. ആരും കിടന്നുറങ്ങാനൊന്നും കഴിയില്ലല്ലോ. ഇതുപോലെ ആളെ കാണിച്ച് ഞെട്ടിക്കല്ലേ, ആൾക്കാരെ പ്രൗഡാക്കാം. പ്രൗഡ്. ആ അതെ അതെ അതെ. പക്ഷെ അതുകൊണ്ട് അന്ന് അവരുണ്ടാക്കിയത് കൊണ്ട് ഇന്ന് എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സ്ഥലമായി. പൈസയും കിട്ടുന്നു. പൈസ കിട്ടും, റവന്യൂ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ആ പ്രൗഡിൽ നിർത്തുന്നതുകൊണ്ടാണ് ഈ റവന്യൂ കിട്ടുന്നത്. ഇത് ആ ഫ്ലൈറ്റ് കണ്ടല്ലോ നിങ്ങൾ, ഓരോ മിനിറ്റിൽ ഓരോ ഫ്ലൈറ്റ് പൊന്തും. നമ്മൾ ഒരു വേറെ തന്നെ ലെവലാണ് ഈ ബ്രിട്ടനിലുള്ള വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 6 മണിയായിട്ടോ, വൈകിട്ട് 6 മണിയാണ്. 10 മണിയാവും ഇവിടെ ഇരുടാവാൻ.
എന്താ വ്യൂ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അടിപൊളി ആകാശമൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ബിൽഡിംഗ് ആയിരിക്കും കേട്ടോ. All of them, yeah. ഇതിപ്പോ ഈ ഒരു സിറ്റി തന്നെ ആ കാലഘട്ടത്തിലുള്ളതായിരിക്കും അല്ലേ? 1000 years ago. Oh, I can't believe my dears. ചിന്തിക്കാൻ പറ്റുന്നില്ല 1000 കൊല്ലം പഴക്കമുള്ള സംഗതിയാന്ന് പറഞ്ഞിട്ട്. വിൻസർ റോയൽ ഷോപ്പിംഗ്, ആ കാലത്തെ ഷോപ്പിംഗ് ആയിരിക്കും അല്ലേ? ഇത് 1897 ഇത് 1897 കേട്ടോ. ആ സമയത്തുള്ളതാണ്. 1897 എന്ന് പറഞ്ഞാൽ 1997, 2024, ഏകദേശം 127 കൊല്ലം. അന്നത്തെ ഷോപ്പിംഗ് മാളാണിത്. നമ്മളെ നാട്ടിൽ ഷോപ്പിംഗ് മാൾ എന്ന് പറയാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം ആയിട്ടുള്ളൂ, 10-15 കൊല്ലം. ഇവിടെ 100 കൊല്ലം മുന്നേ ഷോപ്പിംഗ് മാളാണ്. So if you go to the city, there are shopping malls under the buildings. അതെ അതെ. Beautiful. But the good thing with these British people are, under they still look after, maintain ചെയ്യും. aതെ. They value history. അവർ ഹിസ്റ്ററിക്ക് ഭയങ്കര വാല്യൂ ആണ്. അത് വിറ്റ് പൈസ ആക്കുകയും ചെയ്യും. രണ്ടുമുണ്ട്. പക്ഷെ നമുക്ക് തന്നെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, റിച്ച്നെസ് ആൻഡ് പ്രൗഡ്നെസ്. അതാണ് ഇവർ ഈ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടു നടക്കുന്നതിൻ്റെ പ്രത്യേകത. ആ കാലത്ത് 100 കൊല്ലം മുന്നേത്തെ ഒരു ഷോപ്പിംഗ് സെൻ്റർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ട്രെയിൻ സ്റ്റേഷൻ അന്നത്തെ ട്രെയിൻ സ്റ്റേഷൻ അല്ലേ? വിൻസറിൽ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്, takes you to London. But the thing is, you can see from Naatila train station, the design very similar. നാട്ടില് വെള്ളക്കാർ വന്ന് ആ ട്രെയിൻ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അതെ അവിടെ അത് സെയിം തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനൊക്കെ പഴയത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ സ്റ്റേഷനൊക്കെ സെയിം തന്നെ അവർ ചെയ്തത്. അവർ സെയിം തന്നെ കേട്ടോ നമ്മളെ നാട്ടിലും ചെയ്തത്. നമ്മളെ നാട്ടിൽ മോശമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. അത് കറക്റ്റാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണും പോയതൊക്കെ. അല്ലാണ്ട് അത് എന്തും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ കറക്റ്റ്. ആ കാലഘട്ടത്തിൽ അത് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ ആ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയത് കൊണ്ട് ഇത് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അതേപോലെ സിറ്റിയിലൊക്കെ പണ്ടത്തെ ഓൾഡ് ബിൽഡിങ്സ് അവരെല്ലാം റെനോവേറ്റ്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ കഥ. ഇതൊക്കെ ഷോപ്പിംഗ് മാൾസ് തന്നെ. ഓക്കെ, ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലേ? മെട്രോ അല്ലേ? മെട്രോ എന്ന് വെച്ചാൽ നാഷണൽ റെയിലിൻ്റെ അതേ സെയിം. ഓവർഗ്രൗണ്ട്, നോട്ട് അണ്ടർഗ്രൗണ്ട്. Elizabeth line is both overground and underground. So it's overground here, but when it comes to city, it goes underground. Okay. Inside city only underground. It's actually an overground train. Okay, so because it's coming from places like this, Abbey, where you're staying, Abbey Wood. Abbey Wood. It's all overground. Overground. In the city, of course, it has to go underground. Right. This is newly made, right? Elizabeth line. After she died, and only. No. The line was there, but they extended the line and they made it new. Lines were there, but they had to. But city, they had to do the connection. Tunneling and was new. Okay. അങ്ങനെ ചെയ്തത്. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ട ഇവിടുന്ന്. ഈ സ്റ്റാൻഡിൽ ഈ ഫ്ലവറാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ സിമ്പിളായിട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നുള്ളൂ ഈ ചെടീന്. ഇതുപോലത്തെ ചട്ടികളിൽ നിർത്തണം ചെടീന്, വലിയ ചട്ടികളിൽ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു റിച്ച്നെസ് നിർത്തുന്നത്, ഈ ഫ്ലവറുകൾ വരിക എന്നുള്ളത്. നമ്മളെ ലക്സസിൻ്റെ പുതിയൊരു വണ്ടി കേട്ടോ. ലക്സസിൻ്റെ ന്യൂ ഓപ്ഷനിലുള്ളതാണ്. ലണ്ടനിലേക്ക് ഇറക്കുന്നതാണ് കേട്ടോ. ഫുൾ സെക്യൂരിറ്റി, ഫുൾ ലക്ഷറി, എവറിത്തിങ്. അതായത് ഡോറൊന്നും നമ്മൾ ഓപ്പൺ ആക്കുക പോലും വേണ്ട, ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലിയാണ്. NX 350H അതാണ് കേട്ടോ ഈ വണ്ടി. അടിപൊളി വണ്ടിയാണ്. അതിൻ്റെ സ്ക്രീനൊക്കെ കേട്ടോ, സ്ക്രീന്, സ്റ്റാറിങ്
ഗിയർ പൊസിഷൻസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഇത് സീറ്റിൻ്റെ സെറ്റപ്പ് ഒക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ഡോറിൻ്റെ ഓൺലി ജസ്റ്റ് എ ബട്ടൺ. നമ്മൾ പെട്ടെന്ന് ഈ ബട്ടൺ ഇട്ട് തുറക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും വാഹനം തൊട്ടടുത്ത് വണ്ടിയോ സൈക്കിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും തുറക്കില്ല. അത്ര സേഫ്റ്റിയാണത്. അത് സെൻസറിങ്ങിൽ അത് ക്യാച്ച് ആവും. അതാണ് അതിൻ്റെ സിസ്റ്റം. നല്ലൊരു വണ്ടിയാണ്. 2023 മോഡലാണ്. 2023 ഫുൾ ഫെസിലിറ്റിയാണ്. നമ്മൾ കാറിലാണ്, നമ്മൾ ആ ലെക്സസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ പോയിട്ട് ഹൈവേ 4 ട്രാക്ക് വില്ലേജ് ഒഴിവുള്ള ബാറാണ് കേട്ടോ. വില്ലേജിലുള്ളതാണ്. ഔട്ട്സൈഡ് ഏരിയാസിലുള്ള ഇതുപോലെ കാട്ടിലുള്ളതുപോലത്തെ ഒരു ഏരിയാസ് കേട്ടോ. പബ്ബാണ്. അവിടെ വലിയൊരു നായ അടിപൊളി. ഔട്ട്സൈഡിൽ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഫുള്ളി കമ്പനി ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ നമ്മളെ ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകൾ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടുത്തെ കിങ് കിടക്കുന്ന സ്ഥലങ്ങൾ, അവരെ വരുന്ന റെയർ സ്ഥലങ്ങൾ, ഇതേപോലത്തെ വില്ലേജുകൾ, അടിപൊളി വില്ലേജുകൾ, ഇതൊക്കെ നമ്മൾ കാഴ്ചകൾ കണ്ടു. ഞാൻ പിന്നെ അവർ വീട്ടിൽ പോയി ഉള്ള ഫുഡ് നമുക്ക് എടുക്കാനുള്ള അവസരം കിട്ടിയില്ല. എന്തായാലും ഫാമിലീനെ ഞങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി കണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പം എന്നാൽ ഓക്കെ. അപ്പം നാളത്തെ പുതിയ കഥകളുമായി നാളെ. ഓക്കെ, ബൈ.